ലാൻസെറ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസിൽ പ്രസിദ്ധീകരിച്ച ഒരു ആഗോള പഠനമനുസരിച്ച് ലോകമെമ്പാടും ഫംഗസ് രോഗം മൂലമുള്ള വാർഷിക മരണങ്ങളുടെ എണ്ണം 3.75 ദശലക്ഷമായി ഉയർന്നതായി കാട്ടുന്നു. 80-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് ഏകദേശം 6.55 ദശലക്ഷം കേസുകളിൽ നടത്തിയ പഠനമാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തെത്തിച്ചത്. ഫംഗസ് രോഗത്തിന് ഒന്നിലധികം കാരണങ്ങളുണ്ടെങ്കിലും ഫംഗസ് മലേറിയയേക്കാൾ 6 ഇരട്ടി ആളുകളെ കൊല്ലുന്നുണ്ട്. ക്ഷയരോഗത്തേക്കാൾ ഏകദേശം 3 ഇരട്ടി പേരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യുന്നുണ്ട്. രക്താർബുദം അല്ലെങ്കിൽ എയ്ഡ്സ് പോലുള്ള പല ഫംഗസ് രോഗങ്ങളും രോഗാവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നതിനാൽ മുമ്പത്തെ കണക്കുകൾ കൃത്യമല്ലായിരുന്നു. മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ സാംക്രമിക രോഗങ്ങളുടെ പ്രൊഫസർ ഡേവിഡ് ഡെന്നിംഗ് പറഞ്ഞു. ഫംഗസ് മൂലമുണ്ടാകുന്ന വാർഷിക മരണനിരക്ക് 1.5 മുതൽ 2 ദശലക്ഷം വരെ ആയിരുന്നുവെന്ന് കരുതിയിരുന്നെങ്കിലും ഫംഗസ് അണുബാധ മൂലം മരിക്കാൻ സാധ്യതയുള്ളവരുടെ എണ്ണം 3.75 ദശലക്ഷത്തിൽ ഇരട്ടിയാണെന്ന് ഞങ്ങളിപ്പോൾ കണ്ടെത്തി. ലോകമെമ്പാടുമുള്ള 3.23 ദശലക്ഷം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് മരണങ്ങളിൽ 1/3 ആസ്പെർഗില്ലസ് എന്ന ഫംഗസുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പ്രൊഫസർ ഡെന്നിംഗ് പറഞ്ഞു. ആസ്പെർഗില്ലസ് നിഗർ എന്ന ഫംഗൽ മൂലമുണ്ടാകുന്ന ഫംഗസ് ബാധയാണിത്. മാത്രമല്ല 2009-ൽ 1.2 ദശലക്ഷം ആളുകളുടെ മരണകാരണമായത് ക്ഷയരോഗമാണെന്ന് കരുതിയിരുന്നെങ്കിലും 3,40,000 പേരുടെയും മരണം യഥാർത്ഥത്തിൽ ഫംഗസ് രോഗബാധ മൂലം ആയിരുന്നുവെന്ന് പഠനം എടുത്തുകാട്ടുന്നു. 2020-ൽ ആഗോളതലത്തിൽ 3,11,594 രക്താർബുദ മരണങ്ങൾ സംഭവിച്ചതിൽ 14,000-വും ആസ്പെർഗില്ലസും ബാക്കിയുള്ളവ മറ്റ് ഫംഗസ് അണുബാധകളും മൂലമുണ്ടായതാണെന്ന് പ്രൊഫസർ ഡെന്നിംഗ് പറഞ്ഞു. ശ്വാസകോശ ക്യാൻസറിന്റെ വാർഷിക മരണങ്ങൾ 1.8 ദശലക്ഷമാണ്. അതിൽ 49,000 മരണങ്ങൾക്കും കാരണം ആസ്പെർഗില്ലസ് ആണെന്നും പുതിയ കണക്ക് വ്യക്തമാക്കുന്നു. കാൻഡിഡ മറ്റൊരു ഗുരുതര ഫംഗസ് അണുബാധയാണ്. സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്തിയ രോഗികൾ, പ്രമേഹം, ക്യാൻസർ, വൃക്ക സംബന്ധമായ പ്രശ്നമുള്ളവർ, മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നിവർക്കിടയിലുണ്ടാകുന്ന ഫംഗസ് ബാധയാണിത്. ഓരോ വർഷവും 9,90,500 മരണങ്ങളോടെ ഏകദേശം 1.57 ദശലക്ഷം ആളുകൾ കാൻഡിഡ ബ്ലഡ് സ്ട്രീം അണുബാധ കൊണ്ട് കഷ്ടപ്പെടുന്നതായി ഗവേഷകർ കണക്കാക്കുന്നു. തെറ്റായ രോഗനിർണയം അല്ലെങ്കിൽ രോഗം തിരിച്ചറിയാൻ കാലതാമസമെടുക്കുക, അപര്യാപ്തമായ ചികിത്സ, ഫലപ്രദമായ ആന്റി ഫംഗൽ മരുന്നുകളുടെ അഭാവം എന്നിവ ഈ അണുബാധകളുമായി ബന്ധപ്പെട്ട മരണനിരക്ക് കൂട്ടുവാൻ കാരണമാകുന്നുണ്ട്. മാത്രമല്ല, രോഗികളിൽ പരിശോധനകൾ നടത്തുമ്പോൾ ഫംഗസ് അണുബാധയുള്ള 1/3 ആളുകളെ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ എന്നതും വെല്ലുവിളിയാണ്. ആന്റിബയോട്ടിക് പ്രതിരോധം പോലെ ആന്റി ഫംഗൽ പ്രതിരോധവും വർദ്ധിക്കുന്നതാണ് ഇതിന് കാരണമെന്നും പ്രൊഫസർ ഡെന്നിംഗ് വെളിപ്പെടുത്തി.